ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ പെർഫെക്ഷനിൽ എങ്ങനെ വീട്ടിൽ തന്നെ ലഡു തയ്യാറാക്കി എടുക്കാമെന്നാണ്. ബൂന്തി ഒന്നും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി ലഡു തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ നേരം സോക്ക് ചെയ്തതാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയാണ്. ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എടുത്തിട്ടുള്ളത് ഏലക്ക കുത്തിച്ചതച്ചതും കുറച്ച് നെയ്യും. പിന്നെ ഞാൻ ഗ്രീൻ ലഡു ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രീൻ ഫുഡ് കളറും എടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം എടുക്കുക. പിന്നെ ഒരു കപ്പ് വെള്ളം വേണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്തിട്ട് നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയും കൊണ്ട് നിൽക്കാം കേട്ടോ. ഇനി നമുക്കൊരു കപ്പ് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ഗോതമ്പൊക്കെ ഓൾമോസ്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ലഡു ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഇരിക്കുന്നത് നല്ലതാണ്. 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയെല്ലാം ഗോതമ്പിൽ പിടിച്ച് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഹാർഡാവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മിക്സ്ചർ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ലേശം ഗ്രീൻ ഫുഡ് കളറാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി. ഫുഡ് കളറൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ടേസ്റ്റിലൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2-3 ഏലക്കായ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിൽ ഓയിലൊന്നും ചേർത്ത് റോസ്റ്റ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ വെള്ളമോ തടവിയിട്ട് ഇത് ഓരോരോ ലഡൂസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ അത്. ഇനി ഞാനിതിലൊരു മുന്തിരിയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ഉള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഓരോരോ ബോൾസ് റെഡിയാക്കി എടുക്കാം. വളരെ ഈസിയാണ്, കൂടുതൽ ടൈമൊന്നും വേണ്ട, വേഗം റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ബൂന്തിയൊന്നും ഉണ്ടാക്കി വെറുതെ ടൈം കളയണ്ട. ഇത് അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.